എക്സ്പെക്ടൻസ് പീരിയഡ്സ് ആയി ആ പാഡിന്. ഏതൊരു പെൺകുട്ടിയും എല്ലാ മാസവും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഇതുപോലെ ഹെൽപ്പ് ആവശ്യമായിട്ടുള്ള പല പല സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സൊസൈറ്റി ഹെൽപ്പ് ചെയ്യുകയില്ലെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ HMT റോഡിലാണ്. വണ്ടി തള്ളി പോകുമ്പോൾ ആരാണ് ഹെൽപ്പ് ചെയ്യാന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. റെഡിയാണോ? സെറ്റാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഹരി കുറെ നേരമായി വണ്ടി തള്ളാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആരും ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടില്ല. പിന്നെ ഇവിടെ അടുത്ത് പമ്പൊന്നുമില്ല, അങ്ങോട്ട് പോകണം. ഹെൽപ്പ് ചെയ്യോ? എനിക്ക് തോന്നില്ല, നമ്മളെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള നാടാണ് നമ്മളെ. പക്ഷെ ഇതുവരെ ആരും കണ്ടില്ല. അങ്ങനെ ഇതൊക്കെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. സൊമാറ്റോ ഓടുമ്പോ അങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ? കൊറേ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു വട്ടം വണ്ടി പഞ്ചറായിട്ട് കിടക്കുക, ഞാൻ ഉന്തി പഞ്ചറടേക്ക് കൊണ്ടുപോയിട്ട് പഞ്ചറട തുറന്നുണ്ടായില്ല. പക്ഷെ അയാളെ ഞാൻ വിളിച്ച്, ആ പുണ്യ മനുഷ്യനെ ഞാൻ നമിക്കാണ്. അയാളെ നമ്പറേക്ക് വിളിച്ചിട്ട് അയാൾ വീട്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് റെഡിയാക്കി തന്നിട്ട് പോയി. അറിയില്ല, അതെ അത്ര നേരം അവര് ആരോട് ചോദിച്ചില്ല. ഇനി ചോദിച്ചോളാനാ പറഞ്ഞിരിക്കുന്നത്. ആ ജംഗ്ഷൻ വരെയാണ് തള്ളുക. ആ ജംഗ്ഷൻ വരെ തള്ളിയിട്ട് ആരും പിന്നെ ഹെൽപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ഫെയിൽഡായി. ഇവിടെ അടുത്തൊരു പമ്പുള്ള അറിയോ? പെട്രോൾ പമ്പ്. ഇവിടെ ആണല്ലേ? കുറച്ച് പോവാണ്ട. അവൻ കുറച്ച് പേരുടെ അടുത്ത് അപ്രോച്ച് ചെയ്തെങ്കിലും ആരും ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡോട് കൂടി വന്നില്ല. കൊറേ തള്ളിയില്ലേ? 1 കിലോമീറ്റർ. എന്തായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, എനിക്കറിയാം. പിന്നെ ഇവിടെ ആരും വന്ന് സഹായിക്കൂലെന്ന്. കാരണം ഞാൻ സൊമാറ്റോ ഓടുമ്പോ 2 കിലോമീറ്റർ തള്ളിയുള്ളത്. അങ്ങനെ ഇവിടെ തള്ളിയുണ്ട്. ഇവിടുന്ന് തന്നെ നമ്മളെ ഇവിടുന്ന് എടപ്പള്ളിക്കുള്ള റൂട്ടിന് സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞ് ആളുടെ എണ്ണ കുറവാണ്, എല്ലാം ആൾ എടുത്തു പറഞ്ഞു. ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തില് നമ്മളെ ആരും ഹെൽപ്പ് ചെയ്തില്ല എന്നാണ്. അപ്പം ഈ ഒരു ഫസ്റ്റ് ഇൻസിഡന്റില് ആരും ഹെൽപ്പ് ചെയ്തില്ല. അപ്പൊ ഇതില് നമ്മൾ ഫെയിൽഡ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ഇൻസിഡന്റിലേക്ക് പോവാം. ഫുഡിന് വേണ്ടി നമ്മളല്ലേ ഫെയിൽഡായി സൊസൈറ്റി. അപ്പൊ അടുത്തതായിട്ട് ഫുഡ് കിട്ടാത്ത ഒരാള് ഫുഡിന് വേണ്ടി വിശന്നിട്ട് ഒരാള് ഹെൽപ്പ് ചെയ്യുമ്പോ അത് മേടിച്ചു തരുമോ ഇല്ല എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോണത്. അഫ്താബാണ് വേണ്ടി പോവാൻ എന്റെ പേഴ്സ് ഉമ്മ ഫുഡ് കഴിക്കാന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് കളഞ്ഞു പോയി. കുറെ നേരം തപ്പി നടക്കണം. ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല വിശന്നിട്ട്. അഫ്താബ് എവിടെ സ്ഥലം? ഞാൻ മലപ്പുറത്ത്. ഇവിടെ പഠിക്കാവുന്നുള്ളോ? നമുക്ക് എന്തെങ്കിലും തരാൻ പറ്റുമോ? കഴിക്കാൻ എന്തെങ്കിലും തരാൻ പറ്റുമോ? ഇതിന്ന് മതിയാ? ഇതിന്ന് മതി. വിശന്നിട്ട് എന്തായാലും കുഴപ്പമില്ല. ഒന്നും കഴിച്ചല്ലേ? ഇല്ല, എന്റെ പേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ 500 തന്നിണ്ടായിരുന്നു. ചെറുതായിട്ട് കളഞ്ഞു പോയി. അല്ല പണ്ട് വേണ്ട, കഴിക്കില്ല, കുഴപ്പമില്ല. പിടിച്ചേ അല്ല ആ കടയിൽ ചെന്നിട്ടേ ഇതിന്റെ കടയില് അവിടെ അൽമാരി നോക്കിയ കണവണ് സാധനമുണ്ട്. 10 പീസ് അത് അല്ലെങ്കിൽ ബ്രെഡ് ആംപ്ലേറ്റാ, ചായ, ജ്യൂസ് എന്തെങ്കിലും സാറല്ല കയ്യിൽ വെച്ചോ. ഇത് മതി ഫ്രൂട്ട്സ്. കുഴപ്പമില്ല, എന്താ കഴിക്കും. ഇത് കഴിച്ചിട്ട് എന്താ പറയുക? ഇത് മതിയാ? ഇത് മതി. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഇത് വേണ്ട, ഇത് കഴിച്ചാ? ഒരു പേരയ്ക്കെന്നാലും മതി. പേരെന്തായിരുന്നു? പേര് മജീദ്. ഇത് ചെറിയൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പം 100 രൂപ തന്ന് കഴിയാന്നിട്ട് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. ഓക്കെ, നമ്മള് ഫസ്റ്റ് വേറെ എവിടേക്കും പോയില്ല. ആദ്യം തന്നെ പരീതിക്കാണ് വന്നത്. ഫുഡ് എന്തെങ്കിലും മേടിച്ചു തരുമോ എന്നുള്ള ലെവലിൽ ചോദിച്ചിട്ട് പരീതൊക്കെ എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തു. അപ്പൊ നമ്മുടെ ഡീകോഡ് ഇന്റർനാഷണലിന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് അവിടെ. മൂന്നാമത്തെ ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ബ്ലൈൻഡ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പോയി നോക്കാം ആരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുക. യഥാർത്ഥ ബ്ലൈൻഡ് കണ്ണട വെച്ചിട്ട് പോണേ. ലെറ്റ്സ് ഗോ ഗൈസ്.
ഹായ്, എന്താ പേര്? അഭിനവ്. ബ്രോ, ഞാൻ അവിടെ ചുമ്മാ വന്ന് നിന്നിട്ടുള്ളൂ, ചെറിയൊരു സോഷ്യൽ എക്സ്പീരിയൻസ് ചെയ്തതാ. ഫസ്റ്റ് വന്ന് നിന്നിട്ട് ക്രോസ് ചെയ്യുമ്പത്തിന് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്തു അല്ലേ? പേരെന്താ ബ്രോ? അഭിനന്ദ്. അഭിനവ് എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യാ. അപ്പൊ ഇതില് നമുക്ക് സ്റ്റാർ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അഭിനവ് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അഭിനവ് വർക്ക് ചെയ്യാണ്. എന്താ വർക്ക് ചെയ്യുന്നത്? സോളാർ. അഭിനവിന് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അഭിനവ് എല്ലാരും ഇതുപോലെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഞാൻ പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നുണ്ട്. ഞാനും എന്തായാലും ഇത് ക്രോസ് ചെയ്യാം. ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. അപ്പൊ തന്നെ ഞാൻ ക്രോസ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുള്ളൂ. അപ്പൊ തന്നെ വന്ന് അല്ല, അത് പിന്നെ ആരുമില്ല. എന്തായാലും ഇതിലൂടെ കണ്ണ് കാണുമ്പോൾ തന്നെ ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. വണ്ടികൾ ഇപ്പം തന്നെ എല്ലാവരും ഇവിടെ സീബ്ര ക്രോസ് ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ നിർത്താൻ, വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ കുറച്ച് പാടാല്ലേ? താങ്ക് യു ബ്രോ. ഫൈസ് ഇബ്രാഹിം, ചാനലിന്റെ പേര് ഫൈസ് ഇബ്രാഹിം എന്നാണ്. ഓക്കെ, ഇനി പ്രോക്ക് ഒരു 2000 കൂടി കിട്ടും. എന്റെ ഫൈസ് ഇബ്രാഹിം എന്ന് പറഞ്ഞ പേജും ഡീകോഡ് കണക്ട്, ഡീകോഡ് എഡ്യൂക്കേഷൻ താഴെ ടാഗ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. ചെയ്തിട്ടില്ല? ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോ, 2000 മിസ് ചെയ്യണ്ട അല്ലേ? ഫോളോ ചെയ്ത് വെച്ചോ. താഴെ കാണുന്ന എന്റെ അക്കൗണ്ട് ഡീകോഡ് കണക്ട്, ഡീകോഡ് എഡ്യൂക്കേഷൻ, എന്റെ അക്കൗണ്ടും അതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 2K നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. എന്റെ കൂടെ നവാസ് ഉണ്ട്, ഹേയ് മലയാളി. അപ്പോ നമ്മള് വാലറ്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആരാണ് എടുത്തത് ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. ഹെൽപ്പ് ചെയ്യാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട്, കിട്ടിയില്ലെങ്കിൽ ഇതിലുള്ള പണ്ട് 1000 രൂപയുണ്ട്. 1000 രൂപ ഉണ്ട്, അതുപോലെ അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പോവും. അപ്പൊ ഒരു റിസ്ക് ആണ് നമ്മൾ എടുക്കണത്, ഒരു വലിയ റിസ്ക് ആണ് എടുക്കണത്. വാലറ്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വാലറ്റ് പോയാ പൈസയും പോയി, പ്രൂഫും പോയി. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ എന്റെ ആധാർ കാർഡൊക്കെ ഉണ്ട് പേഴ്സില്, ATM കാർഡ് എല്ലാം പോകൂല്ലേ? പേഴ്സ് പോയാല് നോക്കാം നമുക്ക്. ചേട്ടാ, ഇത് നമ്മുടെ മെട്രോ സ്റ്റേഷൻ എങ്ങനെയാ പോവാ? ഇത് ബാക്ക് സൈഡിലേ പോവും. ഇങ്ങനെ പോവാല്ലേ നമുക്ക്? ആ, ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിരുന്നേ. വൈസ് ബ്രോ, ഞാൻ ഇവരോട് ഒരു ലൊക്കേഷൻ ചോദിച്ചു, നമ്മുടെ മെട്രോ സ്റ്റേഷന്റെ ഒരു പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ പിന്നെ എന്റെ പേഴ്സ് ഇവിടെ വീണപ്പോഴും എനിക്ക് സഹായിച്ചു തന്നു. അപ്പൊ ഇവര് നല്ലൊരു നന്മ കാണിച്ചു. നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാല്ലേ? എന്നാ ഏട്ടാ പിടിച്ചോ, ചേട്ടനും പിടിച്ചോ, രണ്ടുപേരും കൂടി പിടിച്ചോ. താങ്ക് യു കേട്ടോ. എല്ലാരും പറയത്തൊന്നുമില്ല, അത് ശരിയാ, എല്ലാരും പറയുന്നില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അല്ലെങ്കിൽ ഒരു പേഴ്സ് ഇപ്പൊ ഇയാള് സുഹൃത്ത് മെട്രോ സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. അവിടെ ചെല്ലുമ്പോൾ പേഴ്സിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാകും? ശരിയാ, അതാണ് പറഞ്ഞത്. കാരണം അത് ശ്രദ്ധിച്ചോണ്ട് പോകാം. എല്ലാവരും അവനവന്റെ കയ്യിലെ സാധനം മുതൽ നമ്മൾ സൂക്ഷിച്ചാൽ ആരും കൊണ്ടുപോകില്ല. അങ്ങനെ പറയാനുള്ളൂ. എന്റെ വീട് ആലപ്പുഴ. ഇവിടെ അങ്ങനെ ഇരിക്കുക, പണി എന്തെങ്കിലും കിട്ടുമെന്നോ. ഇപ്പൊ ഇവിടെ കിടന്ന് ഉറങ്ങി വന്നിരുന്നാ. എന്താ വർക്ക് ചെയ്യാറ്? ഞാൻ കൂലിപ്പണിയാണ്. അപ്പൊ ഡ്രോപ്പ് ചെയ്തപ്പോ വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്തു കൊടുക്കാ, പേഴ്സിൽ എന്താന്ന് പോലും നോക്കാം. ശരിയാ, നോക്കിയും പോലും ഇല്ല. പുള്ളിക്കാരൻ തന്നെ വിളിച്ചു പറഞ്ഞു. പേരെന്താ ചേട്ടന്റെ? പേര് ദാസ്. പേരെന്താ? ഓമൻ. എന്താ പറയാളൂ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്? ഇത് തന്നെയൊക്കെ അവിടെ പറയാനുള്ളത്. നമ്മളെ കാലിൽ നമ്മളൊരു സാധനം നമ്മൾ മറ്റത്തിന്റെ ഒരു വക എഴുതുന്നില്ല. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. ഇതിനകത്ത് ഇനി കോടികൾ ആ പേഴ്സിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും അത് കൊണ്ടുപോയിട്ട് നമുക്ക് ഒന്നും നേടാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പണി ചിലപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഇപ്പോൾ പണിക്ക് പോകുന്നത് എനിക്ക് പണി ചെയ്യാൻ വയ്യ. കെട്ടിടത്തിൽ നിന്ന് വീണ് നടുവൊക്കെ പോയി ഇതായി അങ്ങനെ പണിക്കൊന്നും പോകുന്നില്ല. എന്നാൽ തന്നെ ഒരാടെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുക്കത്തില്ല. കഴിവതും ഇങ്ങനെ ഒരു പാർട്ടിയുടെ ഒരു കുട അവിടെ വെച്ചിട്ട് അവർ കളഞ്ഞു പോയാൽ അങ്ങനെ മെട്രോയ്ക്ക് അകത്തിയാൻ കൊണ്ട് തിരക്കി പിടിച്ച് കൊണ്ടുപോകും. സൊസൈറ്റി വിൻ ചെയ്തേക്കാണ്. ശരിയാ. ദിസ് ഈസ് ആൽഫിയ. അപ്പം ആൽഫിയ ഒന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. ആർ യു റെഡി? യെസ്, റെഡി. അപ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പെട്ടെന്ന് പീരീഡ്സ് ആയപ്പം ഹെൽപ്പ് ചോദിക്കുകയാണ്. പേഡ് മേടിച്ചു തരുമോ എന്നുള്ളതാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തിരി കോൺഫിഡൻസ് ഉള്ള ഒരാളെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആൽഫിയാനെ തെരഞ്ഞെടുത്തത്. ആൽഫിയ അതിന് റെഡി ആയിട്ട് വന്നു. റെഡി അല്ലേ? റെഡി. അപ്പൊ ഹെൽപ്പ് ചെയ്യില്ലേ നോക്കാം. ഹെൽപ്പ് ചെയ്ത ആൾക്ക് ഒരു ഗിഫ്റ്റ്. റെഡിയാണോ? ലെറ്റ്സ് ഗോ ഗൈസ്. എന്ത് പറ്റി? പുള്ളി മൈക്ക് കണ്ടു. പുള്ളി മൈക്കിൽ നോക്കിയിട്ട് എന്നെ നോക്കി ചിരിച്ചു. അപ്പൊ അത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിരുന്നു. അടുത്ത ഇയർ സെറ്റ് ആവൂലേ? അവിടെ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട് ആള് വെക്കുന്നില്ലേ? നല്ല പേടിയാവുന്നു.
എക്സ്ക്യൂസ് മീ, തിരക്കാണോ? ഒരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യും. എനിക്ക് പെട്ടെന്ന് സ്റ്റുഡൻസ് ആയി. അപ്പം എന്തെങ്കിലും പാഡില്ല, നടക്കാൻ തീരെ വയ്യ. എൻ്റെ കൂടെ ആരും ഇല്ലപ്പം ഓൺലൈനിൽ പാഡ് വാങ്ങിക്കണേ. മനസ്സിലാവും. അവിടെ വെയിറ്റ് ചെയ്തു അങ്ങോട്ട് എങ്ങനെ പോന്നെ? ഇല്ല, ഞാൻ ഇവിടെ സ്റ്റേഡിയത്തിലുണ്ട്. ഇവിടെ ഉണ്ടോ? സ്റ്റേഡിയത്തിലുണ്ട്, അവിടെ വെയിറ്റ് ചെയ്തു. തിരക്കില്ലല്ലോ? ഒരു തിരക്കില്ല. വണ്ടി ഉണ്ട്, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും. താങ്ക് യു. അവിടെ ഇരുന്നോളൂ. ഇല്ലല്ലോ, കുഴപ്പമില്ല. ഇത് ഒരു ചെറിയ സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിരുന്നു. ഇത് ഹെൽപ്പ് ചെയ്യില്ല എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ബ്രോയുടെ പേരെന്താ? സഹൽ ബ്രോ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു അല്ലേ? അതിന്റെ ഇടയിൽ ഇത് കേട്ടപ്പോ തന്നെ ആള് വന്ന് ഹെൽപ്പ് ചെയ്തു അല്ലേ? എന്താ പറയാള്? ഞാൻ വേറെ 2 പേരുടെ അടുത്ത് ചെന്നു, പക്ഷെ ആരും അങ്ങനെ പോസിറ്റീവായ രീതിയിലൊന്നും ചെയ്തില്ല. ലൈക്ക് മൈൻഡ് പോലും ചെയ്യാണ്ട് പോയി. അപ്പം ആളെന്നെ ഹെൽപ്പ് ചെയ്യാനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ലൈക്ക് എന്നോട് പറഞ്ഞു അവിടെ ഇരുന്നോ, വെയിറ്റ് ചെയ്തോ, ഞാൻ പോയി വാങ്ങിയിട്ട് വരാൻ, കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പം ഇരിക്കാൻ സ്പേസ് വരെ എനിക്ക് അവിടെ ഇരുന്നോന്ന് പറഞ്ഞ് കാണിച്ചു തന്ന്. ഓക്കെ. അപ്പൊ ബ്രോയുടെ പേര് എന്താ ചെയ്യുന്നേ? നിങ്ങൾ തന്നെ ഗിഫ്റ്റ് കൊടുത്തു, അൽഫിയാനെ ഗിഫ്റ്റ് കൊടുത്തു. ഓക്കെ, നമ്മളെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഗിഫ്റ്റ് ആണ്. ഹാപ്പി ആയില്ലേ? ഇനി ഇതുപോലത്തെ സിറ്റുവേഷൻ വന്നാൽ ഹെൽപ്പ് ചെയ്യില്ലേ? ആള് ഹെൽപ്പ് ചെയ്യോ? ആള് എക്സ്പെക്ട് ചെയ്ത ചോക്കായില്ലേ? സീരിയസ്ലി ചോക്ക്. എനിവേ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്റെ പേജ് ഫായിസ് ഇബ്രാഹിം എന്നാണ്. ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. എന്റെ പേജും അതുപോലെ തന്നെ ഡീകോഡ് കണക്ട്സ്, ഡീകോഡ് എഡ്യൂക്കേഷൻ, അതിലത്തെ ഏതെങ്കിലും ഒരു പേജ് ബ്രോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രോക്ക് ഒരു 2000 റുപ്പീസ് ഞാൻ സ്പോട്ടിൽ തന്നായിരുന്നു. ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ കാണാം. താങ്ക് യു ബ്രോ. ഒരു ഹായ് കൊടുത്തോ. ഹാപ്പി ആയില്ലേ? ഹാപ്പി. ഓക്കെ.